അസ്സലാമലൈക്കും, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ റെഡിയാക്കുന്നത് ലെമൺ റൈസാണ്. ഈ ലെമൺ റൈസ് എങ്ങനെ റെഡിയാക്കണമെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് ബിരിയാണി അരി എടുത്തിട്ട് ആദ്യം ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതുപോലെ വേവിച്ചിട്ട് ഒന്ന് ഊറ്റിയെടുത്തതാണ്. പിന്നെ ഒരു ചീനച്ചട്ടി ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ ആ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ കടുകിട്ട് കൊടുത്തു. എന്നിട്ടൊരു 3 ഉണക്കമുളക് മുറിച്ചിട്ട് അതും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിവിടെ ഒരു ക്യാരറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനത് കനം കുറച്ച് അരിഞ്ഞിട്ട് അത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, പിന്നെ നിർബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ 1 ടീസ്പൂൺ പരിപ്പ്, 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് എന്നെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലത് മിക്സ് ചെയ്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഈ ഉഴുന്നും ഒക്കെ പൊട്ടി വരുന്ന സമയത്ത് ഒരു 3 പച്ചമുളക് കൂടി മുറിച്ചിട്ട് അതും കൂടി വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. കപ്പലണ്ടി ഈ വെളിച്ചെണ്ണയിൽ ഇട്ട് നല്ല മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് മൂപ്പിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞ് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ വേവിച്ച റൈസ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ റൈസ് ഞാൻ ഉപ്പിട്ട് കാണ്ട് വേവിച്ച് വെച്ചതാണ്. ഇനി മിക്സ് ചെയ്തിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടാന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് കുറച്ച് ഇതിലിട്ട് കൊടുത്ത് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ റൈസ് മുഴുവൻ ഇട്ട് കൊടുത്തു. ഞാൻ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നല്ലൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഉപ്പിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ്, ഞാൻ ഉപ്പ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പ് കുറവുണ്ടായപ്പോൾ. പിന്നെ ഇനി ഒരു ലെമൺ പിഴിഞ്ഞിട്ട് അതിൻ്റെ ജ്യൂസും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ലെമൺ ജ്യൂസ് ഒന്ന് മുന്നിട്ട് നിന്നോട്ടെ. പിന്നെ അത് ലെമൺ റൈസാണല്ലോ, അപ്പോൾ അതിൻ്റെ രുചിയാണ് കുറച്ച് മുന്നിട്ട് നിൽക്കേണ്ടത്. പിന്നെ ഇത്രയേ ഉള്ളൂ. ഇതിലേക്ക് ഇനി ഒന്നും ഇടാനൊന്നുമില്ല, നല്ലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത്ര പണിയുള്ളത് ഉണ്ടാക്കാനായിട്ട്, നല്ല എളുപ്പമാണ്. അപ്പോൾ നമ്മൾ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ യാത്രയൊക്കെ പോകുമ്പോൾ റൈസൊക്കെ കൊണ്ടുപോകുന്നവർക്കൊക്കെ അതിങ്ങനെ ഒരു പൊതിച്ചോറായിട്ടൊക്കെ കൊണ്ടുപോകും. ഇതിലേക്ക് ഇതിങ്ങനെ തന്നെ കഴിക്കാനാണ് നല്ല ടേസ്റ്റാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ബീഫ് ഫ്രൈയോ ചിക്കനൊക്കെ കഴിക്കുന്നവർക്ക് അത് കൂട്ടി കഴിക്കാം. പിന്നെ മീൻ വറുത്തതോ ആംപ്ലേറ്റൊക്കെ അതിൽ കൂട്ടണമെങ്കിൽ കൂട്ടാം. അപ്പോൾ നമ്മൾ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇനി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ഇൻഷാ അല്ലാഹ്.